ഹലോ, ഇന്ന് നമുക്കൊരു പിങ്ക് ജേർണലിങ് ചെയ്യാം. ഇതിന് മുമ്പ് ഞാൻ പർപ്പിൾ ജേർണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ 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 ഇങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പിങ്ക് ജേർണലിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഫേവറേറ്റ് കളർ പിങ്കാണ്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കാം. ഞാൻ ജേർണൽ സെറ്റ് തോന്നുന്നത് മാക്സിമം, കാരണം വേറെ പിങ്ക് ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് ഫസ്റ്റ് അത്, പിന്നെ കുറേ ടൂറിസ്റ്റ് പോലത്തെ സംഭവം, പിന്നെ വാഷി ടാപ്പ്, പിന്നെ സ്റ്റിക്കർ, പിന്നെ സ്റ്റാമ്പും ഉണ്ട്, പിന്നെ വേറെ സ്റ്റാമ്പുണ്ട്. പല 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 ഐറ്റംസൊക്കെ ഞാൻ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കൂടാതെ സ്റ്റിക്കേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ടിരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ജേർണലിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ജേർണലിങ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് എന്തായാലും നമുക്ക് ഇതെല്ലാം മാറ്റേണ്ടി വരും. ഇല്ല നമ്മളങ്ങനെ ചെയ്തതിന് മേലോട്ടിക്കുക. അപ്പം എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ഒട്ടിക്കുകയാണെങ്കിൽ ഇതിനായിട്ട് പശയൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ പശ തിരിച്ച് വെച്ച് നമ്മൾ ഹോം മെയ്ഡ് ഡബിൾ സൈഡ് ടാപ്പ് എടുത്തു. ഇങ്ങനൊരു മടക്ക്, ഇങ്ങനൊരു മടക്ക്. ഇതിന് വീഡിയോ ഞാൻ ഇടാണ്ട്, കാരണം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു. ഞാനല്ല, എൻ്റെ മാമിൻ്റെ മോള്. അപ്പോൾ പിന്നെ ഫോൺ ചാർജിൽ ഇട്ടേക്ക് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും അധികം ഇതിടാൻ പറ്റിയില്ല. ഇത് കഴിയുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ എന്നാലും നമ്മൾ സംഭവം സെൻറ്റർ നോക്കി ഒട്ടിക്കും, കാരണം ഇത് കഴിയുമ്പോൾ നല്ല പോലെ ഒട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റരുത്. അത് നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഭവം. വർക്കിംഗ് ആണ്. അങ്ങനെ നമ്മൾ അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കുക, ഒരു മടക്ക് മടക്ക്, ഒരു മടക്ക് മടക്ക്, അത്രയേ ഉള്ളൂ സംഭവത്തിൻ്റെ പണി തന്നെ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മറക്കല്ല കേട്ടോ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. ഡബിൾ സൈഡ് ടാപ്പിൻ്റെ എന്നാൽ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പിടിക്കണം, നെക്സ്റ്റ് ഞാൻ സ്റ്റാമ്പ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ആ സ്റ്റാമ്പല്ല, വേറെ സ്റ്റാമ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടാൻ വേണ്ടി സ്റ്റാമ്പും മറ്റേ നോട്ട്സ് വെക്കുന്നു. അപ്പോൾ നമുക്ക് പല പലതും ഇങ്ങനെ നേർമാകത്തിൽ ഒട്ടിക്കാം. പറഞ്ഞു വന്നതൊക്കെ വല്ലാണ്ട് കണ്ട് ആയി പോകുന്നുണ്ട്. പിന്നെ ഡബിൾ ടാപ്പ് ഞാൻ വർക്കിങ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ഞാൻ ഈ സംഭവമായിട്ട് ഒട്ടിക്കാൻ പോണേ. പിന്നെ ഞാൻ കർട്ടനൊന്ന് ചെറുതായിട്ട് ഇതാക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ സൗണ്ട് ഗൈസ്. എന്തായാലും നമുക്കതൊന്ന് ഒട്ടിച്ചിട്ട് എല്ലാവരും ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ടും, കാരണം പശ വരാൻ ഇച്ചിരി പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്കെന്തായാലും അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. എന്തായാലും നമ്മൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ വെച്ചാൽ അങ്ങനെ ഓരോന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചൊന്നും തരുന്നില്ല, കാരണം ലാസ്റ്റ് ലുക്ക് നിങ്ങൾ കാണുന്നു, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചു തരാം, പിന്നെ നിങ്ങൾ തന്നെ കണ്ടോളൂ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ പിങ്ക് ഈസ് മൈ വീക്ക്നെസ് എന്ന് കണ്ടാൽ നാഗവല്ലി തെറ്റിലോട്ട് നോക്കി നിൽക്കുന്ന പോലെ ഞാനും 3-4 വട്ടം നോക്കി നിൽക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉറുമ്പിന് ഇതാക്കുന്ന തിരക്കിലാണ്. അതാണ് ഈ സൗണ്ട്. എൻ്റെ മാമിൻ്റെ മോനാണ് ഇത് തട്ടണത്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടത്. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറേ സ്റ്റിക്കേഴ്സും സ്റ്റാമ്പും മറ്റേതും മറിച്ചതൊക്കെ എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യണേ. അപ്പം പിന്നെ നമ്മളിതിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒട്ടിക്കുക കേട്ടോ. പിന്നെ ഞാൻ വാഷി ടാപ്പ് ഒട്ടിച്ചു.
നമുക്കതൊന്ന് കട്ടിങ് ചെയ്തെടുക്കാം. വാഷി ടാപ്പ് ഒട്ടിച്ചപ്പോൾ ഇത് ചെറുതായിട്ട് ഒട്ടിച്ചപ്പോൾ ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും ഇയാക്കും ആ കണ്ണത് എൻ്റെ മുടിയാണ്. കാരണം ഞാൻ ഇപ്പോഴാണ് കുളിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മുടിയാണ് നിങ്ങൾ ആ കണ്ടത് ഗൈസ്. പിന്നെ ഞാൻ ഓരോന്ന് ഒട്ടിക്കലായി. പിന്നെ മറ്റേ വാഷി ടാപ്പും കൂടി എടുത്ത് ഞാനൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഒട്ടിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ചു, മറ്റേത് ഒട്ടിച്ചു, മറിച്ചത് ഒട്ടിച്ചു, അങ്ങനെ കുറേ ഒട്ടിച്ചു. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും ഒട്ടിക്കല്ലേ. നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഞാൻ ഇതിലുള്ള ഏതെങ്കിലും സ്റ്റിക്കർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫുള്ളും ഡാർക്കായ പോരാ, ചിലതൊക്കെ ലൈറ്റ് വേണം. ചിലത് ലൈറ്റ് എടുത്തു. ഇങ്ങനത്തെ ലൈറ്റ് എടുത്തിട്ട് ഞാനിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇത് പിന്നെ ഇങ്ങനെ ഒട്ടിപ്പുള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒട്ടിക്കാനൊന്നും നിന്നില്ല. ഡബിൾ ടാപ്പ് എന്നാലും വേർത്തിങ്ങനെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ സൗണ്ടാട്ടോ അത്. ഉണ്ടാക്കണ വേണേ ഞാൻ ഇടണ്ട് കേട്ടോ. ഇങ്ങനെ എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഡബിൾ സൈഡ്. പിന്നെ അത് രണ്ടിടത്തും ഒട്ടിപ്പ് വേണം, ഇല്ലെങ്കിൽ അത് നിൽക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ എന്തായാലും ഇതിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒട്ടിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു റൗണ്ടിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു. അങ്ങനെ ഓരോന്നിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് ഓരോന്ന് ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ അടുക്കാണ് ഇതൊന്ന് ഇതിമ്മ ഒട്ടി പിടിച്ചത്. അതിന്ന് വന്നതാണ് കേട്ടോ. അതാ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഒട്ടിക്കാം. ഇത് എല്ലാം ഡാർക്കായ പോരാ, അതിന് ഞാൻ ലൈറ്റ് കൊടുത്തു. പിന്നെ കുറച്ചേ ഉള്ളൂ ഇത് വേഗം. അതാണ് അങ്ങനെ ഞാൻ അത് എടുത്ത് അതിലുള്ള ഒരു റൗണ്ട് ഒട്ടിച്ചു. പിന്നെ ഇതെടുത്തു. അങ്ങനെ എല്ലാതും ഒട്ടിച്ചോ എന്നൊരു സംശയം. എല്ലാതും ഒട്ടിച്ചിട്ടുണ്ടാവും. എല്ലാതും ഒട്ടിച്ചു. അപ്പോഴാണ് ഇതൊന്നും ഒട്ടിക്കാൻ പറഞ്ഞത്. അതുള്ളത് നമുക്ക് ഫസ്റ്റ് ഡോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെയുള്ള ഒന്ന് എടുത്തിട്ട് എവിടെ ഒട്ടിക്കണമെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ലിസ്റ്റിൽ എവിടെ ഒട്ടിക്കുക, അല്ലെങ്കിൽ അവിടെ ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒട്ടിക്കുക. ലാസ്റ്റ് ഇവിടെ ഒട്ടിച്ചു. അത് ചെറുതായിട്ടൊന്ന് ചീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ശരിയാക്കും. പിന്നൊന്നുമില്ല പ്രത്യേകിച്ച്. അതൊക്കെ ശരിയാക്കി ഒട്ടിച്ചെടുത്തിട്ട് ശേഷം അങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തപ്പോൾ ജേണൽ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. പിന്നെ പർപ്പിൾ ജേണൽ ഇങ്ങനെയാണ് പറയാൻ മറക്കില്ല കേട്ടോ. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ആണ് എഴുതി കൊടുക്കന്നെ നിങ്ങളെ മനസ്സിലെന്താണ്. പിന്നെ ഞാൻ ഇന്നാട്ടോ സ്കൂളിൽ പോയത്. കുറേ ദിവസം ഒഴിവ് കിട്ടിയതിന് ശേഷം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ എഴുതുന്നുണ്ട്. ഐ ലൈക്ക് ദിസ് ഡേ എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും വായിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ ഞാൻ എന്നിട്ട് അവിടെ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നുണ്ട്. ഹാവ് എ നൈസ് ഡേ, ഐ ലൈക്ക് എന്നൊക്കെ എഴുതി കൊടുത്തു. എന്തെങ്കിലുമൊക്കെ ഉണ്ട് എഴുതി കൊടുക്കുക തട്ടിക്കൂട്ടിയിട്ട്. പല സാധനങ്ങളും തട്ടിക്കൂട്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിങ്ക് ജേണൽ. പിന്നെ പിങ്ക് ഈസ് മൈ വീക്ക്നെസ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിങ്ക്. പിന്നെ എപ്പോഴും ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. ഞാൻ ഇത് ഓരോ പണി എടുക്കുമ്പോഴാട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് ഓരോന്നിൻ്റെ സൗണ്ട്സും ഒക്കെ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ ക്ഷമിക്കണം. കാരണം സൗണ്ട് കേൾക്കുമ്പോൾ ചിലതൊന്നും അധികം കേൾക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വോയിസ് ഓവർ മാക്സിമം കൊടുക്കാൻ നോക്കാം. ഓക്കെ,
അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും കുഴപ്പമുണ്ട്. പിന്നെ നൈസ് ഡേ എന്നപ്പോൾ അവിടെ ഇവിടെ ഒക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഓരോന്ന് കുട്ടറാട്ടൊക്കെ അങ്ങനെ എഴുതി കൊടുക്കുക. നിങ്ങളുടെ മനസ്സിലെന്താണ് കിട്ടുന്ന ആളിൽ എഴുതി കൊടുക്കുക. അങ്ങനെ കുറേ എണ്ണം എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്തായാലും വായിച്ചു നോക്കത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിങ്ക് ഈസ് മൈ വീക്ക്നെസ്. എവിടെ നോക്കിയാലും പിങ്കാണ്. പിങ്കൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ക്യൂട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എനിക്കിപ്പോൾ അധികം എസ്തെറ്റിക്കിനോടൊക്കെയാണ് താല്പര്യം ഇപ്പോഴും. അതൊക്കെ എനിക്ക് ക്യൂട്ടിനോടായിരുന്നു കേട്ടോ താല്പര്യം. ഇപ്പം എനിക്ക് എസ്തെറ്റിക്കിനോടാണ് താല്പര്യം. ഇനി പർപ്പിൾ ചാനലിൽ എഴുതാൻ വന്നു. മൈ ഫേവറേറ്റ് കളർ ഈസ് പർപ്പിൾ എന്നുള്ളത്. അങ്ങനെ അതും എഴുതി കൊടുത്തു. പിങ്കിലും കുറേ എഴുതാണ്ട്. പിന്നെ നൈസ് ഡേ മറ്റേത് മറിച്ചത് എന്നൊക്കെ ഞാൻ എഴുതി കൊടുത്തു. പിന്നെ എനിക്ക് പിങ്ക് മൈനസ് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ പിങ്ക് എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ നിങ്ങളാരും കളിയാക്കണ്ട. പിന്നെ എനിക്ക് അത് ക്യൂട്ടായിരുന്നു. ഇപ്പോൾ എസ്തെറ്റിക്കിനുണ്ട് കേട്ടോ താല്പര്യം. പിന്നെ നിങ്ങൾക്കും വേണ്ടി പണിയെടുക്കുന്ന സമയത്താണ് ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ മാക്സിമം ഒരു ദിവസം 3-2 വീഡിയോ ഇടും കേട്ടോ. പിന്നെ വോയിസ് ഓവറും അപ്പം തന്നെ ഞാൻ കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓരോന്ന് എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ചെക്ക് ലിസ്റ്റ് എന്തായാലും പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ലവ് ഇതങ്ങനെ കുറേ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ കുറേ സ്റ്റാർ അങ്ങനെ കുറേ ഹാർട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ റൗണ്ട് കാണത്തുണ്ടെങ്കിൽ ഒരു വട്ടം കൊണ്ട് വരച്ചെടുത്തു. അങ്ങനെ ഇവിടെ ഹാർട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. ഇങ്ങനെയുണ്ട്. അപ്പോഴാണ് ഈ ഒരു സാധനം ഒരു സ്റ്റാർ പോലെ പ്ലസ് ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അതൊക്കെ ചെയ്യാനറിയില്ല. ഈ സാധനം കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ അതും ഒക്കെ ചെയ്ത് പിന്നെ സാധാ സ്റ്റാർ അത് ഒരെണ്ണേ വരക്കുന്നുള്ളൂ. കാരണം അത് ഇച്ചിരി ബോറായി വരച്ചെന്ന് തോന്നുന്നു. പിന്നെ കുറേ റൗണ്ട്സും അതും ഇതും കുത്തുകളും കേട്ടപ്പോൾ സംഭവം സെറ്റായി. അപ്പോൾ ഇതാട്ടോ ജേണല്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പിങ്ക് ജേണൽസ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് പിങ്ക് ജേണൽ കാണിച്ചു തരാം. ഇതൊന്നും പിങ്ക് ജേണൽസ് ഒന്നുമല്ല. ഇത് പിങ്കും വൈറ്റും കൂടി നിറഞ്ഞ ഒരു ജേണലാണ്. ചെറുതായിട്ട് ജലദോഷമുണ്ട് അതാണ് കേട്ടോ. അങ്ങനെ ഓരോന്നിങ്ങനെ മറിച്ചു. ഇത് എൻ്റെ പിങ്കാണ്. പക്ഷേ ബോർഡർ മാത്രം പർപ്പിളാണെന്നുള്ളൂ. പിങ്ക് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും പിങ്കല്ല, പിങ്ക് സ്റ്റിക്കർ. ഇത് പിങ്കാണ്. ആ ഹാർട്ടൊക്കെ പേപ്പർ സോപ്പ് വെച്ചിട്ടുള്ള കേട്ടോ. ഇത് പേപ്പർ സോപ്പാണ്. ഇതൊക്കെ പിങ്ക്. പിന്നെ ഇതിൻ്റെ സൈഡിൽ പിങ്ക് ബ്ലഷ് വെച്ചിട്ട് പിന്നെ അപ്പുറത്തെ സൈഡത്തെ ആ പെറ്റുണ്ടല്ലോ അതാണ് കേട്ടോ ഇത്. ഉണ്ടാ അപ്പോൾ ഇതൊക്കെയാണ് അത്. ഇനിയും ഉണ്ടാകും പിങ്ക്സൊക്കെ. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മളിത് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ മറിക്കുമ്പോൾ എൻ്റെ ആദ്യം എടുത്തു ഒന്ന് എൻ്റെ കയ്യിൽ പ്രിൻ്റഡ് ഇതല്ലായിരുന്നു. ഇപ്പം 2-3 ഉണ്ട്. നമ്മൾ ഇതും ഒരു പിങ്കാണ് ഏകദേശം നോക്കണമെന്ന്. പിന്നെ ഇതും ഒരു പിങ്ക് ജേണലും കാണും കേട്ടോ. ഇങ്ങനെയാണെന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ പഴയ ജേണലിങ്സാണ്. ഇങ്ങനെ ഉണ്ടെന്നും പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെ പഴയ ജേണലിങ്സാണ്. അങ്ങനെ ഓരോന്നിങ്ങനെ ഓരോന്ന്. ഇത് പിന്നെ ഇനി ഫസ്റ്റ് മുതൽച്ചുള്ളതാട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ജേണൽ എനിക്കത്ര അങ്ങനെ പിടിച്ചില്ലായിരുന്നു. പക്ഷേ പിന്നെ ചെയ്ത് വന്നപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു. നേരെ 3ാമത്തെ 4ാമതെന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നു. ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിനായിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പിഞ്ചാണെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക്